ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്റ്റാളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുപോലെ ക്വാളിറ്റിയുള്ള പാക്കിങ്ങോട് കൂടി ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. ഇത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ രീതിയിലൊരു സംരംഭം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ ആമസോണിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ റേറ്റിൽ പാക്കിംഗ് മെഷീനുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെയാണ് ഞാനിന്ന് സ്റ്റാൾ ഇടാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഐറ്റംസ്. പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ട്, ഇഡ്ഡലിപ്പൊടി, കറിവേപ്പില ചട്നിപ്പൊടി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി, തേങ്ങാ ചമ്മന്തിപ്പൊടി, റാഗി മുളപ്പിച്ച് പൊടിച്ചത്. ഇത്രയും ഡ്രൈ ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ സ്റ്റാളിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഡ്രൈ ഐറ്റംസൊക്കെ ഇതുപോലൊരു പേപ്പർ സ്റ്റാൻഡപ്പ് പൗച്ചിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഇത് സിപ്ലോക്ക് സ്റ്റാൻഡപ്പ് പൗച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐറ്റംസ് ഇതിൽ ഫിൽ ചെയ്താൽ എയർ ഒന്നും കടക്കാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത്തവണ ഞാൻ പ്രൊഡക്റ്റൊക്കെ ഫില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻഡപ്പ് സിപ്ലോക്ക് പൗച്ച്. ഇതിനൊരു വിൻഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തുകൂടി നമുക്ക് പ്രൊഡക്റ്റ് വെളിയിലേക്ക് കാണുവാനും സാധിക്കും. ഇനി ഈ ഒരു വിൻഡോ ഇല്ലാത്ത സ്റ്റാൻഡപ്പ് പൗച്ചും അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഈ ഒരു വിൻഡോ ഉള്ളതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അങ്ങനെ ആകുമ്പോൾ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റും പുറത്ത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പല പല കളേഴ്സിലും പല പല സൈസിലും അവൈലബിൾ ആണ്. ഇതൊരു 50 ഗ്രാമിൻ്റെ സ്റ്റാൻഡപ്പ് പൗച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ അറിയേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്നല്ല, ഞാൻ ഹോൾസെയിലായിട്ട് എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നും ഒരു 5-6 പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ ഹോൾസെയിലായിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു വെയിങ് മെഷീനാണ്. ഇത് വളരെ ചെറുതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ഇതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 സംതിങ് അല്ലെ അതിലും കുറവായിട്ടേ റേറ്റ് വരുന്നുള്ളൂ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് സീലിംഗ് മെഷീനാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. ഈ ഒരു സ്റ്റാൻഡപ്പ് പൗച്ചൊക്കെ നമ്മൾ സീല് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ്. ഇതിനും ഏകദേശം ഒരു 1000-2000 റേറ്റ് വരുന്നത്. കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ വെച്ചിട്ട് എങ്ങനെയാണ് സീൽ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ പ്ലഗിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡപ്പ് പൗച്ച് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ആണ് നമുക്ക് സീല് ചെയ്യേണ്ടത്. അത് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാകും. അത് സ്റ്റോപ്പ് ആകുന്നത് വരെ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് സീല് ചെയ്തിട്ടുണ്ട് നമ്മൾ. ആ ഒരു സിപ്ലോക്കിന് പുറമെ ഇതുപോലെ സീൽ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ എയറൊന്നും അകത്ത് കിടക്കില്ല. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പുറത്തു പോകാനുള്ള ചാൻസും കുറവാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം ഇത് കേടുകൂടാതെ നിൽക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ ഒന്ന് ഇതുപോലെ സീൽ ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിൽ നിന്നൊരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തന്നെ നമ്മൾ അത്യാവശ്യം ടൈം എടുക്കും. അതിനുശേഷം ഇതിൻ്റെ പാക്കിംഗ്, സീലിംഗ്, ലേബലിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് അതും അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ സീലിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ലേബൽ ഒട്ടിക്കണം. അപ്പോൾ ലേബൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നത് നോർമൽ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിലാണ്. ആ ഒരു നോർമൽ പ്രിൻ്ററിൽ സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. സ്റ്റിക്കർ പേപ്പറും നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ ഓൾറെഡി പ്രിൻ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്രിൻ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്രിൻ്റർ കൂടി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് അതിന് പറ്റില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പ്രൊഡക്റ്റിൻ്റെ പേര് എഴുതി കൊടുത്താലും മതി. പക്ഷെ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് ലേബൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാകും. അപ്പോൾ ഫുഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ FSSAI ലൈസൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പാക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഐറ്റത്തിൻ്റെ പേരും അതുപോലെ അത് എത്ര ഗ്രാമാണ് എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ നമ്മൾ
ഉള്ള ലേബലിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് അതിൻ്റെ റേറ്റ്, ഗ്രാം, അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ചട്നി പൗഡേഴ്സ് മാത്രമല്ല, പിക്കിൾസും നമ്മൾ ഇതുപോലെ സെല്ല് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പിക്കിൾസാണ്. ഇതിനുള്ള മുളക് പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പിക്കിൾസ്. ഇത് ഞാൻ ഒരു സ്റ്റാളിന് വേണ്ടി ഉണ്ടാക്കിയ പിക്കിൾസാണ്. ഫിഷ് പിക്കിൾ ഉണ്ട്, അതുപോലെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഉണ്ട്, ബീട്രൂട്ട് ഡേറ്റ്സ് പിക്കിൾ ഉണ്ട്, കൂടാതെ മാംഗോ പിക്കിൾ, പപ്പായ പിക്കിൾ, ഇത്രയും പിക്കിൾസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിക്കിൾസും ചട്നി പൗഡേഴ്സും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പിക്കിൾസ് നമ്മൾ ഇതുപോലുള്ള ഗ്ലാസ് ജാറിലാണ് ഉണ്ടാക്കി വിൽക്കുന്നത്. കാരണം പുളിയുള്ളത് ആയതുകൊണ്ട് തന്നെ പിക്കിൾസൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ കീപ്പ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു. പിക്കിൾ ഞാൻ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് ഇതുപോലെ ലേബൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലേബലും ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. ഈ ഒരു ഗ്ലാസ് ജാറും ഞാൻ ഹോൾസെയിലായിട്ടാണ് വാങ്ങിക്കാറ്. ഇതിന് പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും റേറ്റ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ച് പേ ചെയ്യാനും റെഡിയാണ്. നമ്മളിത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നമുക്ക് വേണ്ടി എങ്ങനെയാണോ പിക്കിൾ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം വിനെഗറോ അധികം ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. കടയിൽ നിന്ന് സാധാരണ വാങ്ങിക്കുന്നതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ അളവിലാണ് നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നമ്മൾ ഈ ഒരു പിക്കിളിന് ആവശ്യത്തിനുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ വിനെഗറും വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു ക്യാപ്പിന് മുകളിലായിട്ട് നമ്മളൊരു സ്ലീവ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അച്ചാർ ലീക്ക് ആകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ദൈ കാണുന്നതാണ് സ്ലീവ്. ഇത് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നു. ഈ ഒരു ഹോട്ട് എയർ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ കിട്ടും. സ്ലീവ് നമ്മൾ ഈ ഒരു ജാറ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ ആ ഒരു ക്യാപ്പിന് കറക്റ്റായിട്ടുള്ള സ്ലീവും പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടും. ഈ ഒരു ഹോട്ട് എയർ ഗണ്ണിൻ്റെ റേറ്റ് ഏകദേശം 1000-ൽ കുറവായിട്ടാണ് വരുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വെച്ചും വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അതിനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കുക. ആ ഒരു വാട്സാപ്പ് നമ്പറിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗ് കാണാം. അതിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള ഐറ്റംസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിക്കിൾ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ജാറ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതേ ബോക്സ് തന്നെയാണ് നമ്മൾ പിക്കിൾ ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റോറിലേക്ക് കൊണ്ടുപോകാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്കിംഗ് വീഡിയോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ബിസിനസ്. കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ആരും പുറകോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു സാധനം കൊടുത്താൽ അത് വാങ്ങിക്കാൻ തീർച്ചയായും ആൾക്കാരുണ്ടാകും. ഈ ഒരു പാക്കിംഗ് വീഡിയോയിൽ കുറേ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു. എൻ്റെ കയ്യിൽ ഉള്ള വീഡിയോ വെച്ചിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ദിവസം അപ്ലോഡ് ചെയ്യാം.